എന്താണ് സിറിയയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പുതിയ വിവരങ്ങൾ പ്രകാരം അസദിന്റെ പിന്തുണച്ചുകൊണ്ടുള്ള അലവി വിഭാഗം വലിയ രീതിയിലുള്ള ആക്രമണമാണ് അവിടുത്തെ ഔദ്യോഗിക സർക്കാർ സംവിധാനത്തിനു നേരെ നടത്തിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള അവരുടെ സൈനിക ആസ്ഥാനങ്ങളെയും ചെക്ക് പോയിന്റുകളെയും ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ആക്രമണങ്ങൾ ബഷർ അൽ അസദിനെ നേരത്തെ പിന്തുണച്ചിരുന്ന അവരുടെ സൈന്യത്തിൽ നിർണായക സ്വാധീനമുണ്ടായിരുന്ന ഈ അലവി വിഭാഗം നടത്തിയത്. വലിയ രീതിയിലുള്ള പിന്തുണ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും, റഷ്യ അടക്കമുള്ള അല്ലെങ്കിൽ ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നും ഇവർക്ക് ലഭിച്ചോ എന്നുള്ള സംശയങ്ങൾ ഉയരുന്നുണ്ട്. പക്ഷേ ഇത്തരം ഒരു ആക്രമണങ്ങൾ അവിടെ നടത്തിയതിനു ശേഷം അവിടുത്തെ സർക്കാരുമായി ബന്ധപ്പെട്ട സൈന്യം അവിടെ രംഗത്ത് വരികയും ഇവരുടെ ഗ്രാമങ്ങളിലേക്ക് ഇരച്ചു കയറുകയും വലിയ രീതിയിലുള്ള പരസ്പര ഏറ്റുമുട്ടലുകൾക്ക് കാരണമാവുകയും നൂറുകണക്കിന് അലവി വിഭാഗവും അതുപോലെ തന്നെ സർക്കാർ സൈന്യത്തിലെ ആളുകളും കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതിനു ശേഷമാണ് അവിടെ ഒരു സിവിൽ വാറിലേക്ക് നയിക്കാവുന്ന സാഹചര്യം വീണ്ടും ഉണ്ടായത്. സർക്കാരിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു ജനവിഭാഗം, വലിയൊരു ജനങ്ങൾ ഈ ഒരു ഗ്രാമത്തെ അല്ലെങ്കിൽ ഈ അലവി വിഭാഗം താമസിക്കുന്ന ഗ്രാമങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ, വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ, വെടിവെപ്പുകൾ ഉണ്ടായി. തുടർന്ന് ആയിരക്കണക്കിന് സിവിലിയൻസ് കൊല്ലപ്പെട്ടു എന്നാണ് ഔദ്യോഗിക വിവരങ്ങൾ പ്രകാരം, പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരം മനസ്സിലാക്കാൻ കഴിയുന്നത്. സിറിയയിലെ മുൻകാല ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ വലിയ രീതിയിലുള്ള സിവിൽ വാർ കഴിഞ്ഞ കാലങ്ങളിൽ സിറിയയെ വലിയ രീതിയിൽ തകർച്ചയിലേക്ക് നയിച്ചിട്ടുണ്ട്. സമാനമായ സാഹചര്യം ഉണ്ടായേക്കാവുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നുള്ള ആശങ്ക നിലനിൽക്കുന്ന സമയത്താണ് പകരം ഇവിടെ ഒരു സർക്കാർ നിയന്ത്രണമുള്ള സംവിധാനത്തിലേക്ക് താൽക്കാലികമായിട്ട് മാറി എന്നുള്ളതാണ്. അതായത് ഈ ആയിരക്കണക്കിന് ആളുകളുടെ മരണങ്ങൾക്ക് ശേഷം അവിടുത്തെ സ്ഥിതികൾ നിയന്ത്രിക്കാൻ നിലവിലുള്ള ജുലാനിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ സൈന്യത്തിനും ബന്ധപ്പെട്ട അധികാരികൾക്കും കഴിഞ്ഞു എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ പൂർണ്ണമായിട്ടുള്ള സമാധാന ശ്രമങ്ങൾക്കുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയിട്ടും ഉണ്ട് എന്നുമാണ് സർക്കാരിനുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക വാർത്തകൾ അല്ലെങ്കിൽ അത്തരം ഏജൻസികളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും സിറിയയുടെ ഭാവി എന്താകും എന്നുള്ള വലിയ ആശങ്കകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി രൂപപ്പെട്ടത്. നേരത്തെ ഡ്രൂസുകൾക്കിടയിൽ വിമത പ്രവർത്തനം നടത്താൻ ഇസ്രായേൽ പ്രേരിപ്പിക്കുന്നു എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇസ്രായേൽ സിറിയയിലെ ഗൊലാൻ കുന്നിലെ പല പ്രദേശങ്ങളും കൈയടക്കിയതായി, അവിടുത്തെ ഗ്രാമങ്ങൾ കൈയടക്കിയതായി വിവരങ്ങൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ പലവിധ പ്രശ്നങ്ങൾ സിറിയയെ സംബന്ധിച്ചിടത്തോളം. സിറിയയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഈ മിഡിൽ ഈസ്റ്റിലേക്കുള്ള, പശ്ചിമേഷ്യയിലേക്കുള്ള ഒരു വാതിലാണ് സിറിയ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സിറിയ എന്നുള്ള രാജ്യത്ത് പ്രത്യേകിച്ചും ലോകത്തിലെ വിവിധ രാജ്യങ്ങൾക്ക്, അമേരിക്കയായാലും റഷ്യ ആയാലും തുർക്കി ആയാലും ചൈന, ബാക്കിയുള്ള രാജ്യങ്ങൾക്കൊക്കെയും ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾക്ക് താല്പര്യമുണ്ട്. ഇറാന്റെ താല്പര്യങ്ങൾ നേരത്തെ ഇവിടെ ഈ ഒരു അവരുടെ സപ്ലൈ ചെയിൻ ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന, ലെബനനിലെ ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സപ്ലൈ ചെയിനുമായി ബന്ധപ്പെട്ടതായിരുന്നു ഇറാന്റെ താല്പര്യങ്ങൾ എന്നുള്ളത്. എന്നാൽ മിഡിൽ ഈസ്റ്റിലെ മറ്റു രാജ്യങ്ങൾക്ക് അവരുടേതായ നയതന്ത്രത്തിന്റെ സാധ്യതകളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതുകൂടാതെ തന്നെ തുർക്കിയെ സംബന്ധിച്ചിടത്തോളം അവരുമായി അതിർത്തി പങ്കിടുകയും അവരുമായിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ നിർണായകമായിട്ടുള്ള സൗഹാർദ്ദത്തിലായിരുന്ന ഒരു രാജ്യം, അല്ലെങ്കിൽ തുർക്കിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇടപെടലുകൾ നടന്നുകൊണ്ടിരുന്ന ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് തുർക്കിക്കും ചില കൃത്യമായ തീരുമാനങ്ങൾ സിറിയയിൽ ഉണ്ടായിരുന്നു. അതുകൂടാതെയാണ് അമേരിക്ക അടക്കമുള്ള നാറ്റോ സഖ്യങ്ങൾക്കും അല്ലെങ്കിൽ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾക്കും റഷ്യ അടക്കമുള്ള ഇറാനെ പിന്തുണയ്ക്കുന്ന വലിയ സൈനിക ശക്തികൾക്കും ഇവിടെ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇത്തരം ബഹുമുഖ താല്പര്യങ്ങൾ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലായ വിവിധ താല്പര്യക്കാരുടെ വിവിധങ്ങളായ അജണ്ടകൾ ഈ സിറിയയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വിവിധ രാജ്യങ്ങളിലെ വിവിധ സൈനിക സംഘങ്ങൾ സിറിയയിൽ നിറയൊഴിപ്പിച്ചത്. ഏതായാലും പുതിയ ഒരു സമവാക്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഒരു ബദൽ ജുലാനിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ സംവിധാനം ഉണ്ടാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയതിനു ശേഷം അവിടെ ഒരു സ്ഥിരത കൈവരിക്കാനുള്ള ശ്രമങ്ങളാണ് ഇത്രയും കാലം നടത്തി വന്നിരുന്നത്. അത്തരത്തിൽ ഉണ്ടായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴ് ഈ അലവി വിഭാഗം പെട്ടെന്ന് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ, ചെറുത്തുനിൽപ്പുകൾ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള സർക്കാരിന് നേരെയുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇത് വീണ്ടും പ്രതിസന്ധിയെ സൃഷ്ടിച്ചെങ്കിലും താൽക്കാലികമായിട്ട് ഇപ്പോൾ പരിഹാര നടപടികൾ
അവസാനിച്ചതായി അല്ലെങ്കിൽ താൽക്കാലികമായ പരിഹാരങ്ങൾ ഉണ്ടാക്കിയതായിട്ടാണ് ഏറ്റവും അവസാനമായിട്ട് സിറിയയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്.